ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ക്രിസ്തുമസിൻ്റെ ദിവസങ്ങൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു. ലോകമെമ്പാടും കരോൾ ഗാനങ്ങളും അതുപോലെ ആശംസകളും പാർട്ടികളും ഫങ്ഷനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ആഘോഷം വളരെ പ്രധാനമായി ലോകമെമ്പാടും നടക്കുന്നൊരു കാര്യം. നമ്മളും ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും മഹാസന്തോഷവും രക്ഷയും കൊടുക്കുവാനായിട്ടും അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൂതന്മാർ പറഞ്ഞ ആ വാക്യം പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ചെറിയ ഒരു വിഷയമാണ് ബൈബിളിൽ നിന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 2 മുതൽ 9 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയെ കുറ്റം ചാർത്തിക്കൊണ്ടുവന്ന് അവരെ വിധിക്കുവാനായിട്ട് അവരുടെ ന്യായപ്രമാണ പ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും നീ എന്ത് പറയുന്നുവെന്ന് ഗുരുവിനോട്, അതായത് യേശുവിനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണല്ലോ അത്. യഹൂദ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് വന്നവരിൽ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒന്നും ഉത്തരം പറയാതെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നുവെന്ന് നമ്മളവിടെ വായിക്കുന്നു. അതായത് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ എഴുത്തുകളെ കുറിച്ചാണ്. അപ്പോൾ കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് എന്തായിരുന്നെന്ന് ഒരു പക്ഷേ അവരൊക്കെ കുനിഞ്ഞു നോക്കിയിട്ടുണ്ടാവും. കർത്താവ് കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതെന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ പറയുന്നു. വിശ്വാസത്തോടു കൂടി ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ പാപബോധം ഉളവാക്കുവാൻ കാരണമാകണം. നമ്മളിന്ന് ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലേക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് നമ്മൾ പാപബോധത്തിന് ആ ഒരു കോൺഷ്യസ് നമ്മളിൽ വരുവാനായിട്ട് ഇടയാകണം എന്ന് പറഞ്ഞ പോലെ അന്ന് കർത്താവ് അവിടെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, നിലത്ത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ യഹൂദ പ്രമാണിമാർ കുനിഞ്ഞു നോക്കിയിട്ടുണ്ടാവും എന്നാണ് എഴുതുന്നത്. അപ്പോൾ അവരുടെ കൽപ്പനകളായിരിക്കാം എഴുതിയത്, എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അവരൊക്കെയും ഓരോരുത്തരായിട്ട് അവിടെ വിട്ടുപോകാനുള്ള കാരണം കർത്താവ് അവരോട് പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവിടെ കല്ലെറിയാൻ പറയുന്നു. അപ്പോൾ ഓരോരുത്തർ വലിയ ആൾ മുതൽ ചെറിയ ആൾ വരെയും കല്ല് തറയിലിട്ടിട്ട് അവർ പോയതായിട്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാനോ അല്ല മറ്റുള്ളവരോട് അവരെ ഇത് ചെയ്യാനുള്ള അവരുടെ പാപം ഇന്നതെന്ന് പറഞ്ഞ് വലുതായി കാണിക്കുമ്പോൾ നമ്മുടെ പാപം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ, അത് സ്വന്തം കണ്ണിൽ കോലിരിക്കെ മന്യൻ കണ്ണിൽ കരട് ഇടുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ അതിനടിമയാകാൻ പാടില്ലെന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഭാഗത്ത് യഹോവയായ ദൈവം എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് പുറപ്പാട് പുസ്തകം എക്സോഡസ് 32 15 വാക്യത്തിൽ യഹോവയായ ദൈവം കൽപ്പലകളിൽ തൻ്റെ സ്വന്തം കൈകൊണ്ട് ആദ്യമായി എഴുതിയായിട്ട് നമുക്കറിയാം. അത് നിയമത്തിൻ്റെ എഴുത്തായിരുന്നു. നിയമത്തിൻ്റെ എഴുതിയ സ്വന്തം കൈകൊണ്ട് ആദ്യമായിട്ട് നിയമത്തിൻ്റെ എഴുതി കൊടുത്ത് കൽപ്പലകൾ മോശയെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. 10 കൽപ്പനകളായിരുന്നു എന്ന് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അത് കൈപ്പറ്റി മോശ വരുവാനായിട്ട് കുറേ ദിവസങ്ങളെടുത്തു. 40 ദിവസം കഴിഞ്ഞിട്ട് മോശയെ കാണാതായപ്പോൾ ആ ജനമൊക്കെയും കൂടിയിട്ട് അഹരോനോട് പറയുകയാണ്, ഞങ്ങൾക്ക് മുമ്പായി നടക്കുവാനായിട്ട്, ഞങ്ങളെ ലീഡ് ചെയ്യാനായിട്ടൊക്കെ, ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് ഒരു ദൈവത്തെ നീ ഉണ്ടാക്കി തരാൻ പറയും. ഇവർക്ക് മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയത്തില്ല. അവരെ ചെങ്കടലിൽ കടത്തി ഇക്കരെ കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു. 40 ദിവസം കൊണ്ട് അവർ എന്തൊക്കെയോ ആയിത്തീർന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അങ്ങനെ അവർ ദൈവത്തിനെതിരായി ചിന്തിക്കുകയും അഹരോനെ കണ്ട് അവർക്കും നടക്കേണ്ടതിന് ഒരു നമുക്കറിയാം ഉള്ള സ്വർണ്ണം അതൊക്കെ കൂടെ ഒരുക്കിയിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി
അത് അവരുടെ ദൈവം എന്ന് പറഞ്ഞ് അവർ ആരാധിച്ചതിന് പോയിട്ടും എന്തൊക്കെയോ ആഘോഷമാക്കി മാറ്റിയത് നമുക്കറിയാം. ആ സമയത്താണ് ഈ 10 കൽപ്പനകളുടെ കല്ലിൻ്റെ 2 പലകകളുമായി മോശ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇത് കണ്ട മോശയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നു. എന്നാൽ അത് പിന്നീടുണ്ടായ സംഭവമൊക്കെ നമുക്കറിയാം. അന്ന് അനേകർ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ മോശ 40 ദിവസം ഇല്ലാതിരുന്നപ്പോൾ ദൈവം എഴുതിയ കൽപ്പനയായിട്ട് എത്ര സന്തോഷത്തിലായിരിക്കും ജനത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സംഭവം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിപ്പോകാതെ നമ്മളുടെ ദൈവം സർവശക്തനാണെന്നും സർവ്വവ്യാപിയാണെന്നും നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അവൻ മധ്യത്തിൽ നമ്മുടെ ഒപ്പം ഉണ്ടെന്നൊക്കെയുള്ള വിശ്വാസവും, അതുപോലെ വിശ്വാസം മാത്രമല്ല അവൻ എവിടെയും പ്രവർത്തിക്കാനായിട്ട് മതിയായ ദൈവമാണെന്നുള്ള ഉറച്ച ഒരു വിശ്വാസവും തീരുമാനവും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ നമ്മൾ എവിടെ പോയാലും ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-33 വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി, അതായത് ജനത്തിൻ്റെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ദൈവം അവൻ്റെ എഴുതുന്ന സമയം വരുന്നതെന്ന് പറയുന്നു. അതായത് മനുഷ്യന് എല്ലായിട്ടുള്ള ഹൃദയം മാറ്റി ഒരു പുതിയ മാംസമായ ഹൃദയത്തെ നൽകുമ്പോൾ കർത്താവ് അവൻ്റെ ഹൃദയത്തിൻ്റെ മാംസപേശികളിൽ ആ കൽപ്പനകൾ എഴുതുമെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൃദയങ്ങളിൽ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറിക്കഴിയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിലാണ് പതിക്കുന്നത്. 2 കൊരിന്ത്യർ 3:2 നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയ സകല മനുഷ്യരും അറിയുന്ന പത്രമാകുന്നു നിങ്ങൾ. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ന്യൂസ് പേപ്പർ ആയിരിക്കണം എന്നുള്ള മാതൃകാ ജീവിതമുള്ളവരായി, അത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർ നമ്മൾ ക്രിസ്തുവിനെ കാണുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും മാത്രം പ്രശ്നങ്ങളുള്ള ഈ സത്താൻ്റെ അധീനത്തിൽ കഴിയുന്ന ഈ ലോകത്ത് അനേക ഭക്തരായ മനുഷ്യരുടെ പ്രാർത്ഥന ഇന്ന് ഈ ലോകത്തെ ദൈവം നിലനിർത്തിയിരിക്കുന്നതിന് ഒരു കാരണമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ അതിരാവിലെയാണ്, രാവിലെ വന്ന ഉടനെ ആൾക്കാർ അത് ചൂടായിട്ടുള്ള വാർത്ത അറിയാനായിട്ട് പേപ്പർ രാവിലെ വായിക്കുന്ന മിക്കവാറും ആൾക്കാരും. എന്നാൽ അതേപോലെ തന്നെ ചൂടുള്ള വാർത്ത, അതായത് അങ്ങനെ ഒരു വാർത്തയുമായി മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ എത്തിക്കുന്ന ഒരു സാക്ഷികളായി നമ്മളൊരു പത്രമായി മാറണമെന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് നമ്മളുടെ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അന്ത്യോക്യയിൽ വെച്ച് മറ്റുള്ളവർ അവരുടെ പ്രവൃത്തി കണ്ട് ശിഷ്യന്മാർ ആ ജനത്തെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത്. രണ്ടാമതായിട്ട് രാജാവായ ഫെലിക്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നീ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ നിർബന്ധിക്കുന്നുവോ എന്ന് പൗലോസിനോട് ചോദിക്കുന്നതായ ആ ഭാഗം. മൂന്നാമതായിട്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും അത് നമ്മൾ നസറായനായ യേശുവിനെ അവനെ വിട്ട് നമ്മൾ മാറില്ലെന്നും, അതുപോലെ നമ്മൾ ക്രിസ്ത്യാനിയെ കഷ്ടം അനുഭവിക്കേണ്ടെന്ന് വന്നാലും അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു ചിന്താവിഷയം അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയത്, ഇന്ന് യേശു വന്ന് 2025 വർഷം കഴിഞ്ഞു. ഇന്ന് ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ഓരോരുത്തർക്കും ആത്മീയമായിട്ടുള്ള ദാനങ്ങളെ നൽകുകയും ക്രിസ്തുവിലേക്ക് വരുന്നവർക്കൊരു പുതിയ ഹൃദയത്തെ നൽകുകയും ചെയ്യുന്നതിൽ കൂടി അവർക്ക് ഒരു പുതിയ ഹൃദയം കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ ക്രിസ്തു എഴുതുന്നതായിട്ട് നമുക്കറിയാം. നമ്മൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ അവനെ ഘോഷിക്കുന്ന പത്രങ്ങളായി, അവന് പ്രയോജനപ്പെടുന്ന ജീവിതങ്ങളായി നമ്മൾ മാറി ക്രിസ്ത്യാനി എന്നുള്ള പേരിന് യോജിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അപേക്ഷ. കുറവുകളില്ലാത്ത മനുഷ്യരില്ല, എന്നാൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കഴിവുകൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് അവനായി ജീവിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.